പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മളുടെ വെള്ളിയാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ. രാവിലെ എഴുന്നേറ്റു, രണ്ടുപേരും ദേ കിടക്കുന്നതൊക്കെ കണ്ടോ. ഒരാൾ ഞാൻ വീഡിയോ എടുക്കുമെന്ന് മനസ്സിലായപ്പം വിച്ചൂടൻ ദേവൂട്ടനെ വിളിച്ച് കാണിക്കും കേട്ടോ. ദേവൂട്ടൻ അറിഞ്ഞില്ലായിരുന്നു വീടിൻ്റെ ഒരു അവസ്ഥ. ഇതൊക്കെ വലിയ കുഴപ്പമില്ലാത്ത അവസ്ഥകളാണ് കേട്ടോ. അമ്മ അപ്പത്തിനൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വിച്ചൂടനും ദേവൂട്ടനും ചിക്കൻ റെഡിയാക്കുവാണ്. ഞാനിങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ച് വേവിച്ചിട്ട് അതിങ്ങനെ വരട്ടി കൊടുക്കും എണ്ണയിൽ. എന്നിട്ട് പറയും ഫ്രൈ ചെയ്താന്ന് പറയും. അപ്പോൾ അവരത് കഴിച്ചോളും കേട്ടോ. അവരെന്തായാലും അറിയാനും പോകുന്നില്ല. അങ്ങനെ രാവിലെ ഒരു മഴയൊക്കെ കഴിഞ്ഞിട്ട്, രാത്രിയിൽ മഴയുണ്ടായിരുന്നു. മഴയൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു എന്താ പറയുന്നത്, സൈലൻ്റായിട്ട് നല്ല രസമായിട്ട് ഇങ്ങനെ കിടക്കുന്ന ഒരു ടൈമാണ്. അപ്പോൾ ഈ ചിക്കൻ വേവിക്കുന്നതെന്ന് പറഞ്ഞാൽ എല്ലാം അതിലാണ് അരച്ച് ചേർത്ത്, ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെ പേസ്റ്റെല്ലാം അരച്ച് ചേർത്തിട്ട് വെള്ളമൊഴിച്ച് വേവിച്ച് കുറച്ച് എണ്ണയിൽ ഇങ്ങനെ ഇതാക്കുന്ന കേട്ടോ. അപ്പം അവർക്കത് അപ്പം എല്ലാത്തിൻ്റെ ആ ടേസ്റ്റ് വരുകയും ചെയ്യും, പിന്നെ ഫ്രൈ ചെയ്ത പോലെ തോന്നുകയും ചെയ്യും. അമ്മ രാവിലെ അവിടെ അപ്പമൊക്കെ ചുട്ടു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു കുഞ്ഞ് സവോളത്തോരൻ വെക്കുന്നുണ്ട് കേട്ടോ. ദേവൂട്ടന് ചോറിന് കൊടുത്തു വിടാനാണ്. ദേവൂട്ടന് നോൺ വെജിൻ്റെ കൂടെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുത്തു വിടുന്നതൊക്കെ ഇഷ്ടമാണ് കേട്ടോ. നമ്മുടെ ഈ ചെടിയൊക്കെ വെച്ചതൊക്കെ ഒന്ന് ഉഷാറായിട്ട് വരുന്നുണ്ട്. രണ്ടുപേര് സ്കൂളിൽ പോകാൻ റെഡിയായിട്ട് നിൽക്കുവാണേ. അവർ പിള്ളേരെയൊക്കെ വിട്ടിട്ട് വന്നു. അപ്പോഴത്തേനും അമ്മ ദേ കുറച്ച് പച്ചച്ചീര, വേലിച്ചീരയില്ല, അത് ചീരച്ചേമ്പിൻ്റെ ഇല, അതിൻ്റെ തണ്ട് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് തോരൻ വെക്കാൻ വേണ്ടിയിട്ട്. സവോള തോരൻ കുറച്ചല്ലേ വെച്ചുള്ളൂ, കൊച്ചിന് കൊടുത്തിടാൻ വേണ്ടി അന്നേരത്തേന് വെച്ചതാണ്. അതുമൊക്കെ കഴിഞ്ഞിട്ട് ഇത് കണ്ട് നമ്മുടെ അഗ്ലോണിമ ചെടിയൊക്കെ ഇങ്ങനെ കുറേ തൈകളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ തൈ ആകുന്നതൊക്കെ പറിച്ച് മാറ്റുമായിരുന്നു, ഇനി മാറ്റണ്ടെന്ന് വെച്ചു. കാരണം അതിൽ നല്ല തിക്കായിട്ട് വരട്ടേന്ന് വെച്ചു. ഇതിപ്പോൾ വളർന്ന് കുറേ അങ്ങനെ ആകുമ്പോൾ നല്ല ഭംഗിയിൽ നിൽക്കില്ല. ഒരെണ്ണമൊക്കെ നിൽക്കുന്നതിൽ നല്ലത് നിറഞ്ഞ് നിൽക്കുന്നതല്ലേ. അപ്പോൾ ഇനി അത് മാറ്റണ്ടെന്ന് വെച്ചു. അതുപോലെ തന്നെ ബോർഡർ ഗ്രാസും അതിൽ നിറയെ ആയിട്ടുണ്ട് കേട്ടോ. എനിക്ക് വയ്യാണ്ടൊക്കെ വന്നുകൊണ്ട് പിന്നെ കട്ട് ചെയ്യാനും വേറെ പാത്രത്തിലോട്ടാക്കാനും ഒന്നും പറ്റിയില്ല. അതിൽ തന്നെ ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുക. അപ്പോൾ അത് ഇനി മാറ്റണം പതുക്കെ. ഒരുപാട് ഇങ്ങനെ ചെടിയുടെ ഇതിലേക്ക് പോയി കഴിയുമ്പോഴത്തേന് പിന്നെ അങ്ങോട്ട് തല ഇങ്ങനെ കുനിഞ്ഞിട്ടൊക്കെ ഇരിക്കുമ്പോഴത്തേന് തലവേദന ഭയങ്കരമായിട്ടങ്ങ് തോന്നും. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം അതൊന്നും ചെയ്യാത്തത്. അപ്പം ഇടയ്ക്ക് ഇങ്ങനെ ഇറങ്ങി കാണുമ്പോഴത്തേന് ജസ്റ്റ് അവിടുത്തെ ഇത് ചെടിക്കകത്ത് പുല്ലൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഒന്ന് പറിക്കുകയൊക്കെ ചെയ്യുള്ളൂ. ആ ചെടി നമ്മൾ അവിടെ നിന്ന് ഇപ്പുറ സൈഡിലേക്ക് വെച്ചു കേട്ടോ. അത് അവിടെ നിന്നിട്ട് അധികം അങ്ങനെ കാണാൻ പറ്റുന്നില്ല എന്ന് തോന്നിയുകൊണ്ട് ഞാൻ ഇപ്പുറ സൈഡിലേക്ക് വെച്ചു. പിന്നെ അതുപോലെ തന്നെ ഒരു മണി പ്ലാന്റ് വെക്കുന്ന വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് ഇങ്ങനെ ബുഷിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ കമ്പ് വെച്ചിട്ടുണ്ടായിരുന്നു, കമ്പെടുത്ത് മാറ്റി. ഇത് ഈ ചട്ടിയിൽ തന്നെ, അതായത് വളർന്ന് വരുന്നുണ്ട് കേട്ടോ. നിറയെ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പം ഞാനത് ചുറ്റി ഇങ്ങനെ വെച്ച് കൊടുക്കുവാണേ. ഓരോന്ന് ഇത് വരുമ്പോഴും അതിനകത്തേക്കാക്കി അതിൽ ആ ചട്ടി കാണാൻ വയ്യാണ്ട് അതിലിങ്ങനെ നിറഞ്ഞ് നിൽക്കണം. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ പ്ലാനിങ്. അത്യാവശ്യം ഇടയ്ക്കൊക്കെ ഇങ്ങനെ മഴ കിട്ടിയതുകൊണ്ട് പിന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പുല്ലൊന്നും പറിച്ച് കളയാഞ്ഞത് കൊണ്ട് മൊത്തവും ചെടിയ 10 മണി അതിനകത്തെല്ലാം നിറയെ പുല്ലായി കേട്ടോ. കോളിസ് പ്ലാന്റൊക്കെ അത്യാവശ്യം ബുഷിയായിട്ട് വരുന്നുണ്ട്. കുഞ്ഞു ഇലകൾ വരുന്നുണ്ട്. നമ്മൾ നുള്ളി കളയുന്ന അനുസരിച്ച് പല ബ്രാഞ്ചസ് ആയിട്ട് ഇലകൾ ഇങ്ങനെ വരുന്നതാണ്. ഇനി എനിക്ക് ഒരു 1 മണിയൊക്കെ ആകുമ്പം അവരുടെ സ്കൂളിൽ പോകണം, മീറ്റിംഗ് ഉണ്ട്, പ്രോഗ്രസ് റിപ്പോർട്ടൊക്കെ കിട്ടുന്ന ദിവസമാണ്. അപ്പോൾ ആ കൂടെ തന്നെ വിച്ചൂട്ടനും ദേവൂട്ടനെ ഇങ്ങ് കൂട്ടിക്കൊണ്ടും പോരാൻ തൊട്ട്. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മളാരെങ്കിലും ചെന്ന് കൊണ്ടുപോരുന്നത്. 2 പേർക്കും നല്ല മാർക്കൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് 2 പേർക്കും ഒരു എന്താ പറയുന്നത്, ഒന്ന് ട്രീറ്റ് ചെയ്തേക്കാം എന്ന് വെച്ചിട്ട് ഞങ്ങളൊരു ബേക്കറിയിൽ കയറി ഡോണറ്റും ഒക്കെ വാങ്ങിച്ചു. പിന്നെ എൻ്റെ ബർത്ത്ഡേ ആണ്, അപ്പോൾ അതുകൊണ്ട് കുറച്ച് ലഡുവൊക്കെ വാങ്ങിച്ചു. എന്നിട്ട് ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് അതൊക്കെ ഇങ്ങനെ കഴിച്ചു തുടങ്ങുന്നു. അപ്പോൾ വിച്ചൂട്ടൻ എന്നോട് ചോദിച്ചായിരുന്നു, അമ്മയുടെ ബർത്ത്ഡേ അല്ല, ഞാൻ ഓട്ടോയിൽ കയറിയപ്പോഴും അമ്മ ഓർത്ത് എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ച് എന്താ പറയുക, ഉച്ച ഒരു 2:30-3 ആയപ്പോഴത്തേന് ഞങ്ങളെല്ലാം കഴിഞ്ഞ് വന്നായിരുന്നു. പിന്നെ അത് കിൻഡർ ജോയ് വാങ്ങിച്ചായിരുന്നു കേട്ടോ. അതിനകത്ത് ടോയ് ഒക്കെ ഇരുന്ന് ഫിറ്റ് ചെയ്യുന്ന ഒരിതാണ്. കിൻഡർ ജോയ് വാങ്ങണ്ടെന്ന് പറഞ്ഞാലും അത് വാങ്ങും. ശരിക്കും അവർക്കത് കഴിക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ, കഴിക്കുന്നതിനേക്കാൾ ഇൻട്രസ്റ്റ് അവർക്കതിൻ്റെ ഇത് ടോയ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് ഇതേ സന്ധ്യ ആയപ്പോഴത്തേന് പപ്പയും അമ്മയും കേക്കും ഫുഡും ഒക്കെ ആയിട്ട് വന്നു കേട്ടോ. എന്നോട് പറഞ്ഞേയില്ല, ബർത്ത്ഡേ ആണെന്നൊക്കെ അറിയാമല്ലോ. അപ്പോൾ രാവിലെ വിളിച്ചപ്പോഴത്തേന് ഇങ്ങനെ പറഞ്ഞു, എന്നിട്ട് എന്നോട് പറയാതെ വൈകുന്നേരം വന്ന കേട്ടോ സന്ധ്യയായപ്പം. എൻ്റെ ബർത്ത്ഡേ ആണെങ്കിൽ അവന്മാർക്ക് കളിപ്പാട്ടം കൊണ്ട് വന്നിട്ടുണ്ട്. പിന്നെ പൊറോട്ട,
ഗോബി മഞ്ചൂരിയൻ, ചില്ലി ചിക്കൻ ഒക്കെ ആയിട്ട് വന്നു. അത് കഴിഞ്ഞിട്ട് ഇത് അഭിചേട്ടൻ്റെ ഗിഫ്റ്റ്. അങ്ങനെ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. വൈകുന്നേരം എനിക്ക് ഓർക്കപ്പുറത്ത് നമുക്കങ്ങനെ കിട്ടിയപ്പോഴത്തേന് ഭയങ്കര സന്തോഷം. പിന്നെ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തു, ആഘോഷിച്ചു. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും ആഘോഷങ്ങളും എന്നൊക്കെ പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. മറ്റൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.